എല്ലാവർക്കും പാഷൻ ടോക്കിലേക്ക് സ്വാഗതം. എന്താണ് പാഷൻ ടോക്ക്? പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ഏറ്റവും നല്ല ഇഷ്ടത്തോടു കൂടി വർക്ക് ചെയ്യുന്ന ഏറ്റവും നല്ല വ്യക്തികളെ പുതിയതായിട്ട് കരിയർ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. അവർ പാഷനിലേക്ക് എങ്ങനെ എത്തി എന്ന് അവരെ ഏറ്റവും കൂടുതൽ പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു പ്രോഗ്രാമാണ്. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിൽ അതിഥിയായി വന്നിരിക്കുന്നത് ഷാജി കുര്യൻ സാറാണ്. വളരെയധികം പാഷനേറ്റ് ആയി വർക്ക് ചെയ്യുന്ന ഒരു വലിയൊരു വ്യക്തിത്വം തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സാറ് ചാലക്കുടിക്കാരനാണ്. നമ്മുടെ സേനയിൽ എയർഫോഴ്സിലെ കുറെ നാളത്തെ സേവനത്തിന് ശേഷം ഹെൽത്ത് ആൻഡ് വെൽനസ് മേഖലയിലേക്ക് കടന്നു വന്നിട്ട് വളരെയധികം സേവനം ചെയ്തുകൊണ്ട് സ്വന്തമായ കുറെ രീതികൾ ചെയ്ത് അതിൽ വളരെ പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഷാജി സാറാണ്. സാറിനെ വളരെ സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സാർ. ഹായ്, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. സാറിനെ കുറിച്ച് ഒന്ന് ഞാൻ പറഞ്ഞതിൽ കൂടെ ഒന്ന് ചേർക്കാം. സാറിന്റെ ഫാമിലി അങ്ങനെയൊക്കെ കൂടിയിട്ട് ഒന്ന് പറയാം. എൻ്റെ പാഷൻ എന്ന് പറയുന്നത് വെൽനസ്, സാധാരണക്കാരിലേക്ക് വെൽനസ് എത്തിക്കുക. എന്താണ് വെൽനസ് എന്ന് മനസ്സിലാക്കി കൊടുക്കുക, ഫിസിക്കൽ ഹെൽത്ത് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുക. അതുപോലെ ആളുകൾക്ക് ഹെൽത്തി ആയിട്ടും വെൽത്തി ആയിട്ടും ഹാപ്പി ആൻഡ് പീസ്ഫുൾ ആയിട്ട് ജീവിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അത് പ്രായോഗികമായിട്ട് ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു കൺസെപ്റ്റാണ് ഞാൻ ചെയ്യുന്നത്. സാധാരണ നമ്മൾക്ക് ഇപ്പോൾ ഗൂഗിളിൽ ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ChatGPT പോയി കഴിഞ്ഞാൽ എല്ലാത്തിനും ആൻസർ നമുക്ക് കിട്ടും, നമുക്ക് തിയറി ആയിട്ട് കിട്ടും. പക്ഷെ അതല്ല, ആളുകൾ പ്രധാനമായിട്ടും പ്രാക്ടിക്കലി ചെയ്യാത്തതാണ് എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അപ്പോൾ ആ പ്രശ്ന പരിഹാരമായിട്ട് എനിക്ക് ഒരു കമ്മ്യൂണിറ്റി ഫോം ചെയ്യുന്നുണ്ട്. ആ കമ്മ്യൂണിറ്റിയിൽ അംഗമാകുന്നവർക്ക് പ്രായോഗികമായിട്ട് എങ്ങനെ ഹെൽത്തി, വെൽത്തി, ഹാപ്പി ആൻഡ് പീസ്ഫുൾ ആയിട്ട് ജീവിക്കാം, ഇതിനെക്കുറിച്ച് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കും. അതാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ പാഷൻ അതാണ്. ഓക്കെ, തീർച്ചയായും സാർ. ഓക്കെ, അതില് സാറിന് നമ്മുടെ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു മേഖലയാണ് സാർ തെരഞ്ഞെടുത്തിരിക്കുന്നത്. കാരണം ഹെൽത്ത് ആൻഡ് വെൽനസ്. അപ്പൊ സാറിന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എയർഫോഴ്സിൽ നിന്നാണ് സാർ ഈ മേഖല തിരഞ്ഞെടുത്തത്. അപ്പൊ സാർ ആ എയർഫോഴ്സ് ജീവിതത്തിൽ നിന്ന് ഇങ്ങോട്ട് മാറി വരുമ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാമോ സാറിന്റെ അവിടുത്തെ ജീവിതം? സാധാരണ ഒരു എയർഫോഴ്സ് ജീവനക്കാരൻ, എയർഫോഴ്സ് വർക്ക് ചെയ്യുന്ന ഒരാളെന്ന് പറയുമ്പോൾ ഹെൽത്തിനെ കുറിച്ച് അത്രയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് കെയർ ചെയ്യുന്നവരായിരിക്കും. അതിൽ നിന്ന് സാറ് യോഗ എന്ന മറ്റൊരു മഹത്തരമായ ഒരു ഇതിലേക്ക് ആ മാറുന്ന ട്രാൻസ്ഫോർമേഷൻ, അവിടുത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം കൂടി പറയാം. ഓക്കെ, എൻ്റെ ഈ ഹെൽത്തിനെ കുറിച്ചുള്ള അവയർനെസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്കൂൾ തലത്തിൽ നിന്നാണ്. ഞാനൊരു 6th 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത്, ആ കാലഘട്ടത്തിൽ ഇറ്റ് വാസ് ഇൻ 63 ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. ഞാൻ ഒരു 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയം. അപ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു 70കളിൽ 68 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു കേരളത്തിൽ കലോത്സവങ്ങൾ സ്റ്റാർട്ട് ചെയ്തൊരു അവസ്ഥയാണ്. ഈ സ്കൂൾ തലത്തിൽ, അതിനുശേഷം സബ് ഡിസ്ട്രിക്റ്റ് മുതൽ ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ സ്പോർട്സ് കണ്ടക്ട് ചെയ്യുന്നൊരു സംവിധാനം കേരള ഗവൺമെൻറ് കൊണ്ടുവന്നു. അന്ന് എൻ്റെ ഭാഗ്യത്തിന് ഞങ്ങളുടെ സ്കൂളിലൊരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ ഇൻട്രസ്റ്റ് എടുത്ത് ഞങ്ങളുടെ കുറച്ച് കുട്ടികളെ, അത് മിഡിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെന്ന് വിചാരിക്കണം, മിഡിൽ സ്കൂളിൽ പഠിക്കുന്ന കുറേ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് അദ്ദേഹം കോച്ചിങ് കണ്ടക്ട് ചെയ്തു. ആ മിഡിൽ സ്കൂളിൽ ഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഞങ്ങളെ കോച്ചിങ്ങിന് വേണ്ടി ഹൈസ്കൂളിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സിനെ ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങളൊരു 10-20 കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുത്തു. അത് ഏകദേശം എനിക്ക് തോന്നുന്നു 3-4 വർഷം നീണ്ടു നിന്ന ട്രെയിനിങ് വർഷങ്ങളിൽ ഈ കലോത്സവം നടന്നു. അപ്പോൾ അതിലൊരു വർഷം കണ്ടക്ട് ചെയ്തതിൽ ഞാൻ ചാമ്പ്യനായി. ചാമ്പ്യൻ എന്ന് പറഞ്ഞാൽ പങ്കെടുത്ത 4 ഐറ്റത്തിൽ ഞാൻ ഫസ്റ്റ് വന്നു. സ്കൂളിൻ്റെ ട്രോഫി എന്നോട് വാങ്ങിക്കാൻ പറഞ്ഞ് ഞാൻ വാങ്ങി. ഞാൻ ജൂനിയർ വിഭാഗത്തിലായിരുന്നു. സീനിയറും ഉണ്ടായിരുന്നു, ജൂനിയറും ഉണ്ടായിരുന്നു, സബ് ജൂനിയറും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കൂടെ തന്നെ 5 വയസ്സ് കൂടുതലുള്ള ചേട്ടന്മാരൊക്കെ അന്നും പഠിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് ഓർക്കണം. അപ്പോൾ അങ്ങനെ അവിടെ നിന്നാണ് എൻ്റെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ, എക്സർസൈസിനെ കുറിച്ച് എൻ്റെ ആരംഭം. അതിനുശേഷം ഇന്ത്യൻ എയർഫോഴ്സിൽ ജോയിൻ ചെയ്ത്, ഇന്ത്യൻ എയർഫോഴ്സിൽ ഈ പറഞ്ഞ പോലെ ഫിസിക്കൽ എഡ്യൂക്കേഷനൊന്നും അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷേ ഞങ്ങളവിടെ ട്രെയിനിങ്ങിൽ, ഞാനൊരു എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലായിരുന്നു, അതുകൊണ്ട് തന്നെ തിയറി പഠിക്കലും കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ട്. ഞങ്ങൾ കളിക്കണം, എക്സർസൈസ് ചെയ്യണം, അതെല്ലാം ഉണ്ട്. അത് അത്രമാത്രം വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ ഖത്തർ എയർഫോഴ്സിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ എൻ്റെ കല്യാണപ്രായം അപ്പോഴാണ് ആവുന്നത്. ഞാൻ കല്യാണം കഴിക്കാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്തല്ല, എന്നെക്കാളും സീനിയറായ വ്യക്തി പറഞ്ഞു, നീ കല്യാണം കഴിക്കാൻ പോലെ, ഇങ്ങനെയൊന്നും പോരാ,
നീ യോഗയൊക്കെ പഠിക്കണം. യോഗ പഠിച്ചു കഴിഞ്ഞാൽ ഫിസിക്കൽ ഫിറ്റ്നസ് അല്ല, മാനസികമായിട്ട് നിനക്ക് നല്ല കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിന് വളരെയധികം ഹെൽപ്പ് ചെയ്യും യോഗ. അതുകൊണ്ട് യോഗ പഠിക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം എനിക്കൊരു ബുക്ക് തന്നു. ആ ബുക്ക് തന്നതെന്ന് പറഞ്ഞാൽ അതൊരു ബ്രിട്ടീഷ് ലേഡി എഴുതിയൊരു ബുക്കായിരുന്നു. അവിടെ നിന്നാണ് എൻ്റെ ശരിക്കും വെൽനസ്സിലേക്ക് ഞാൻ കിടക്കുന്നത്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ നമ്മൾ ഫിസിക്കലി ഒത്തിരി എക്സസൈസും കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ എൻട്രൻസ്, സ്റ്റാമിന വർദ്ധിപ്പിക്കുക, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളവിടെ പഠിക്കുന്നത്. പക്ഷേ ഈ യോഗ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഫിസിക്കിനെ കുറിച്ച്, നമ്മുടെ ശരീരത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും ഓരോ എക്സസൈസും അതെന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചത്. അങ്ങനെയാണ് യോഗ വഴി കാര്യങ്ങൾ മനസ്സിലാക്കി അതിനുശേഷം മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടന്നു. വെൽനസ്സിലേക്ക് വന്നത് അതിനുശേഷമാണ്. ഇങ്ങനെയാണ് ഞാൻ ഈ വെൽനസ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരുന്നത്. അതിനുശേഷം ന്യൂട്രീഷൻ എന്താണെന്ന് മനസ്സിലാക്കി, നമ്മുടെ ഫിസിക് എന്താണെന്ന് മനസ്സിലാക്കി, ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ ആളുകൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ആണ് ഞാൻ ഈ നിലയിലേക്ക്, ഈ ഇതുപോലുള്ളൊരു കൺസെപ്റ്റിലേക്ക് എത്തുകയും ചെയ്യും. എനിക്ക് ഈ പ്രായത്തിലും ഹെൽത്തി ആയിട്ടിരിക്കാൻ സാധിക്കുന്നു എന്നത് മനസ്സിലാക്കിയപ്പോൾ എൻ്റെ പാഷൻ മറ്റുള്ളവർക്കും അത് നൽകണം. അതാണ് എൻ്റെ പാഷൻ. ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക, കമ്മ്യൂണിറ്റിയിലേക്ക് അത് നൽകി അവരെ അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ട് ഡെവലപ്പ് ചെയ്യുക എന്നാണ് എൻ്റെ പാഷൻ പ്രധാനമായിട്ട് നടക്കുന്നത്. ഓക്കെ സാർ. സാർ 7ാം ക്ലാസ്സിൽ വെച്ച് സ്പോർട്സിൽ പങ്കെടുത്ത അതേ ചുറുചുറുക്ക് ഇപ്പോഴും സാറിനുണ്ട്. കാരണം സാർ അന്ന് മുതലേ തന്നെ അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ സാറിന്റെ സാറ് എന്താണ് സാറ് പറയുന്നത് അത് തന്നെയാണ് സാർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പാഷനുമായിട്ട് അത്രമാത്രം കണക്റ്റഡ് ആയതുകൊണ്ടാണ് സാർ ഇപ്പോഴും വളരെ ചുറുചുറുക്കോട് കൂടി തന്നെ ഇരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ എനിക്ക് സാറിന്റെ ടോക്കിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, ഈ ഫിസിക്കൽ എക്സർസൈസിനേക്കാൾ കൂടുതൽ യോഗയിലേക്കാണ് സാറ് ഫോക്കസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അതിന്റെ ഒരു മെന്റൽ ഹെൽത്ത്, മാനസികാരോഗ്യം, ശ്വസന പ്രക്രിയ, അങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പൊ ഈ യോഗ സാറ് ഫിസിക്കൽ എക്സർസൈസിനേക്കാൾ കൂടുതൽ കുറെ കാര്യങ്ങളും യോഗയിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. അതിനെ കുറിച്ചൊന്ന് പറയാമോ? ഇപ്പൊ ശ്വസന നിയന്ത്രണമാണെങ്കിൽ, നമ്മുടെ മാനസികാരോഗ്യമാണെങ്കിൽ, അത് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തുമായിട്ടുള്ളൊരു റിലേഷൻ. അസലും വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ഞാൻ ഫിസിക്കൽ സ്കൂൾ തലത്തിൽ സ്പോർട്സിലുണ്ടായിരുന്നു. അതിനുശേഷം അതൊക്കെ വിട്ടു. അത് വിട്ടതിന് ശേഷം 28ാമത്തെ വയസ്സിലാണ് ഞാൻ യോഗയിലേക്ക് കടക്കുന്നത്. യോഗയിലേക്ക് വന്നപ്പോഴാണ് ഞാൻ ശരിക്കും മെന്റൽ ഹെൽത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ മെന്റൽ ഹെൽത്താണ് അടിസ്ഥാനപരമായിട്ട് വേണ്ടതെന്ന് അന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ഇങ്ങനെ ഞാൻ യോഗയിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. നമ്മൾ സാധാരണ മനസ്സിലാക്കുന്ന ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നത് യോഗ എന്ന് പറയുന്ന പോസ്റ്റേഴ്സാണ്. പോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടായുള്ള ചില പോസ്റ്റേഴ്സിൽ വന്നിരിക്കുക, യോഗാസനത്തിൽ വന്നിരിക്കുക, അതൊക്കെയാണ് യോഗ. ആ ഫിസിക്കൽ യോഗയാണ് ആൾക്കാർ മനസ്സിലാക്കിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അതല്ല യോഗ. യോഗ എന്ന് പറയുന്ന യോഗയ്ക്ക് പലതരം ഡെഫിനേഷൻസ് ഉണ്ട്. ഇത് നമ്മളുടെ ശരിക്കും എൻ്റെ ഇതിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ക്ലീനിങ്, അല്ലെങ്കിൽ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ക്ലീനിങ് ആണ് യോഗ എന്ന് പറയുന്നത്. അതിൽ മെൻ്റൽ ക്ലീനിങ് ആണ് ഏറ്റവും പ്രധാനം. ഇപ്പോഴുള്ള അസുഖങ്ങളുടെ എല്ലാത്തിൻ്റെയും പ്രധാന കാരണം ആൾക്കാർ ഭയങ്കര ടെൻസ്ഡാണ്. ആളുകളുടെ ടെൻഷനാണ് ഒരു 60% അസുഖങ്ങൾക്കും കാരണമായി തീരുന്നത്. ഇപ്പോഴത്തെ അസുഖങ്ങളൊന്നും പെട്ടെന്നുണ്ടാകുന്നതല്ല. ഈ ടെൻഷൻ വെച്ച് കുറേ കാലങ്ങൾ കൂടിയാണ് ഇപ്പോഴത്തെ ഈ ഡീജനറേറ്റീവ് ഡിസീസ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നാണ് അതിന് പറയുന്നതിൻ്റെ കാരണം. ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്സായിട്ട് നമ്മൾ കുറേ കാലം നീണ്ടിങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അസുഖങ്ങളാണ് ഈ കാലഘട്ടത്തിലുള്ള എല്ലാ അസുഖങ്ങളും അങ്ങനെയാണ്. ഡീജനറേറ്റീവ് ഡിസീസ് അല്ലെങ്കിൽ ഈ പറയുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നതിന് ഉണ്ടാകാനുള്ള 60% കാരണം എന്ന് പറയുന്നത് മെൻ്റൽ ഹെൽത്താണ്. ആ മെൻ്റൽ ഹെൽത്ത് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്ത് നിങ്ങളൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് ആയാൽ മാത്രമേ നമ്മൾക്ക് ഒരു ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ആ മെൻ്റൽ ഹെൽത്ത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ്. അതിന് പ്രത്യേക ടൈമൊന്നും ആവശ്യമില്ല, നിങ്ങൾ കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ദിനചര്യയിൽ നിങ്ങൾ ജോലി എടുക്കുന്നതിൻ്റെ സമയത്ത് നിങ്ങൾക്കൊരു മെൻ്റൽ ഹെൽത്ത് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. പക്ഷെ അത് പ്രാക്ടീസ് ചെയ്തേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ സാർ. അതില് ഇപ്പൊ സാറ് ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരം, ഒരു വലിയൊരു സമസ്യക്കുള്ള ഉത്തരവാണ് സാർ ഇപ്പൊ ഞാൻ ഓർക്കാണ്. ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു 40 വയസ്സ് കഴിഞ്ഞ് പല യുവാക്കളും യുവതികളും ഹാർട്ട് അറ്റാക്ക് തുടങ്ങിയ ജീവിത ശൈലി രോഗങ്ങൾ കൊണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നു. അപ്പൊ അവര് പ്രധാനമായിട്ടും എക്സർസൈസ് ഒന്നും കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഭക്ഷണ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ട്, കൃത്യമായ ഉറക്കമില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ജോലിയിലുള്ള സ്ട്രെസ് കൊണ്ട്, ഇതൊക്കെയാണ് പല ആൾക്കാരും
ഇങ്ങനെ ഇത്തരം മാരകമായ അസുഖങ്ങളിലേക്ക് പോകുന്നത്. അപ്പോ അവരുടെ ഒരു അടുത്തൊരു പ്രശ്നം, ഇപ്പൊ ഒരു ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരു സർജറി കഴിഞ്ഞ് നിൽക്കുന്ന ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ടാണ്. കൂടുതൽ ഇനി എക്സർസൈസുകൾ ചെയ്യില്ല. ഇപ്പൊ ചിലപ്പോൾ ഡോക്ടേഴ്സ് എല്ലാ ദിവസവും നടക്കാൻ ചെറിയ എക്സർസൈസ് ഒക്കെ ചെയ്യാൻ പറയുമ്പോൾ നേരത്തെ തന്നെ ഒരു ഹിസ്റ്ററി ഇല്ല, പിന്നെ ഇതുകൂടി വരുമ്പോൾ കുറെ ബുദ്ധിമുട്ടാണ്. അവിടെ നിന്നാണ് സാറിന്റെ ടോക്കിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, മെന്റൽ ഹെൽത്ത് നമ്മുടെ ബോഡിയെ കുറെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ പ്രത്യേകിച്ച് ഹാർട്ട് അറ്റാക്ക് പോലുള്ള വന്ന ആളുകൾ, സർജറി കഴിഞ്ഞവർക്കൊക്കെ ഇപ്പൊ ശ്വസന നിയന്ത്രണം പോലുള്ള ചില കാര്യങ്ങൾ സജസ്റ്റ് ചെയ്താൽ കുറെ കൂടി ബെറ്റർ ആവുന്ന എനിക്ക് തോന്നി. സാർ അത് കുറച്ചും കൂടി ഒന്ന് ക്ലാരിറ്റിയോടുകൂടി പറയാം, ഇതിനകത്ത് പ്രധാന പ്രശ്നം എങ്ങനെ ചെയ്യണമെന്നുള്ളത്. ഒന്നാമത്തെ കാര്യം, നമ്മളൊരു ട്രീറ്റ്മെന്റ് എടുത്തു കഴിയുമ്പോൾ ദേവിൽ നിങ്ങളെ ഒരു ഫിയറിലേക്ക് എത്തിക്കുകയാണ്. നിങ്ങൾ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ സയൻസ്. അത് ഞാൻ അതിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങളുടെ ഫിസിക്കൽ കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളത് അത് ഡോക്ടേഴ്സ് പറയുന്നതനുസരിച്ച് നിങ്ങൾക്ക് വിശ്വസിച്ചേ പറ്റുള്ളൂ. പക്ഷെ ഇത് ഞാൻ കണ്ടത്, ഞാൻ ഇതിങ്ങനെ വാച്ച് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ചില ആളുകൾ ഇത് കേട്ടിട്ട് അനങ്ങാതെ നടക്കുന്ന വ്യക്തികളുണ്ട്. ഒരു ഹാർട്ട് സർജറി നടന്നു, അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു, അങ്ങനെയുള്ള വ്യക്തികൾ ചില ആൾക്കാർ ഒന്നും ചെയ്യാതെ നടക്കുന്നു. പക്ഷെ ചില ആളുകൾ വൈഫ് പറഞ്ഞാലും കേൾക്കില്ല. നിങ്ങളൊന്ന് അടങ്ങിയിരിക്കും മനുഷ്യാന്ന് പറഞ്ഞാൽ, എൻ്റെ തൊട്ട് അയലത്തെ ആൾക്ക് 2-3 സ്ഥലത്തിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത വ്യക്തിയാണ്. അയാൾ ഭയങ്കര ഹാർഡ് വർക്കറാണ്. ആ വ്യക്തി ഇപ്പൊ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വിറക് പറക്കിക്കൊണ്ടൊന്ന് വീട്ടിലെടുക്കുന്നു, ഗ്യാസ് സിലിണ്ടർ പൊക്കുന്നു. അപ്പൊ ഞങ്ങൾ പറയുന്നുണ്ട്, ഇദ്ദേഹത്തിന് ഒരു പേടിയില്ലേ? എൻ്റെ വൈഫ് ചോദിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയും ആൾക്കാരുണ്ട്. സി ദാറ്റ് ഈസ് യുവർ മൈൻഡ് സെറ്റ്. വാട്ട് ഈസ് യുവർ മൈൻഡ് സെറ്റ് എന്നുള്ളതാണ് ഇത്. എനിക്ക് ആ ഒരു കുഴപ്പമില്ലാതെ നിങ്ങൾ അങ്ങോട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ 50% അസുഖങ്ങൾ മാറാം. ഞാൻ പഠിപ്പിക്കുന്നതിൽ പറയുന്നതാണ്, നിങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ട് ഐ ആം ഹെൽത്തി, ഐ ആം ഹെൽത്തി, ഐ ആം ഹെൽത്തി എന്ന് നിങ്ങളൊരു 10 പ്രാവശ്യം ഡെയിലി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ബിക്കം ഹെൽത്തി. അതിന് യാതൊരു സംശയമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെയാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി മെഡിറ്റേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, ആളുകൾക്ക് ഞാൻ റീസെന്റ് പഠിച്ചവരാണ്, തോട്ട്ലെസ്നെസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. തോട്ട്ലെസ്, ഒന്നും ചിന്തിക്കാതിരിക്കുന്ന അവസ്ഥ. നമ്മുടെ മനസ്സെന്ന് പറയുന്നത്, മനസ്സിലേക്ക് എപ്പോഴും ചിന്തകൾ വന്നുകൊണ്ടിരിക്കും. മനസ്സ് എന്ന് പറയുന്നത് അത് എപ്പോഴും ആ ചിന്തകൾ നെഗറ്റീവായിരിക്കും. ഒരു 90% നെഗറ്റീവ് ചിന്തകളാണ് മനുഷ്യൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അത് പ്രകൃതി നിയമമാണ്, നമ്മൾക്ക് ആർക്കും തടുക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ പറയാറുണ്ട്, ഞാൻ പറയുന്നതല്ല, സയൻസ് പറയുന്നതാണ്. നിങ്ങളൊരു പാടം അല്ലെങ്കിൽ നെൽവയൽ വെറുതെ ഇട്ടൊന്ന് കരുതുക, അല്ലെങ്കിൽ പറമ്പ് വെറുതെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ കളകൾ വളരും, കാട് വളരും. അത് പ്രകൃതിയിൽ അത് നാച്ചുറലാണ്. ആ കളകൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടോ? എന്നാൽ ഈ പ്രകൃതിക്ക് വിശ്വസിച്ചിട്ട് മനുഷ്യന് ആവശ്യമുള്ള എന്തെങ്കിലും അവിടെ വളർത്തിക്കൂടെ? അങ്ങനെയല്ലല്ലോ പ്രകൃതി ചെയ്യുന്നത്. പ്രകൃതി അവിടെ ആ കളകൾ മനുഷ്യന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വളർത്തും. അതേസമയം നമ്മൾ അവിടെ എഫേർട്ട് ഇട്ട് കൃഷി ചെയ്താൽ അവിടെ നിങ്ങൾക്ക് നെല്ല് വിളയിക്കാം, എന്ത് വേണമെങ്കിലും വിളയിച്ചെടുക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് മനുഷ്യ മനസ്സ് എന്ന് പറയുന്നത്. മനുഷ്യ മനസ്സും നമ്മുടെ കൃഷിഭൂമി പോലെ തന്നെയാണ്. നമ്മൾ എഫേർട്ട് ഇട്ട് നമ്മളുടെ മനസ്സിലേക്ക് പോസിറ്റീവ് ചിന്തകൾ മാത്രം വരുന്നു എന്ന് നമ്മൾ തന്നെ ഉറപ്പിച്ചാൽ മാത്രമേ അത് ഉണ്ടാവുകയുള്ളൂ. അതാണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ സാർ, ഇപ്പൊ നമുക്ക് ഈ പാഷൻ ഉള്ള ഒരു വ്യക്തിയോട് അദ്ദേഹത്തിന് പാഷൻ ഉള്ള ഒരു കാര്യം ചോദിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് എത്ര നേരം ചോദിക്കാൻ പറ്റും? എത്ര നേരം അവർ പറഞ്ഞാലും അത് മടുക്കില്ല. കാരണം ഓരോ നിമിഷവും അവർ ആസ്വദിച്ചായിരിക്കും അത് പറയുന്നത്, ആസ്വദിച്ചായിരിക്കും നമുക്ക് കേൾക്കാൻ പറ്റും. എല്ലാ വിവരങ്ങളും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കും, യൂസ്ഫുൾ ആയിരിക്കും, നമ്മുടെ ലൈഫിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ സാറിനോട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് സാർ എത്രത്തോളം പാഷനേറ്റ് ആണ്. അപ്പൊ എന്റെ ഒരു അടുത്തൊരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, സാറ് ഈ യോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സാറ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും സാറ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് സാർ ഇതൊരു ടീച്ചിങ്ങിലേക്ക്, ഇത് മറ്റുള്ളവരെ പഠിപ്പിക്കണം എന്നുള്ളൊരു ചിന്ത എങ്ങനെയാണ് വന്നത്? അതിന് സാർ എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യനാണ് അസ്ലം ചോദിച്ചത്. ഒരു മനുഷ്യൻ അവന്റെ പാഷൻ എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ തന്നെ പിന്നെ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി സംഭവിക്കും. അവനവന്റെ പാഷൻ, നമ്മൾ ജനിച്ച അന്ന് മുതൽ നമ്മളെ ട്രെയിൻ ചെയ്യുന്നത് ഒരു ജോലിക്ക് വേണ്ടിയാണ്. നമ്മളെ ഒരു എന്തോ ഒരു സിസ്റ്റത്തിൽ കൂടി കൊണ്ടുപോയി നിങ്ങളെ ഡോക്ടറാക്കുക, എഞ്ചിനീയർ ആക്കുക, അങ്ങനെ എന്തെങ്കിലും ആക്കുക എന്നുള്ള ഒരു പൈപ്പ് ലൈനിൽ കൂടി കടത്തിവിട്ട് ഓരോ വ്യക്തിയുടെ കഴിവ് എന്താണെന്ന് മനസ്സിലാക്കാതെ പഠിപ്പിച്ച് അവനെ ഒരു ജോലിക്കാരനാക്കുകയാണ്. ആ ജോലിയിൽ എത്തിക്കഴിയുമ്പോൾ അതായിരിക്കില്ല ആ കുട്ടിയുടെ പാഷൻ എന്ന് പറയുന്നത്. പക്ഷെ ആ പാഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവന് കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ താല്പര്യമില്ല. അത് അവനപ്പോൾ അവിടെ ഒരു ബ്ലോക്കായി വന്നു.
ആ ഒരു ലിഡ് വെച്ച് മൂടി ഉള്ള ഒരു ലൈഫാണ് പിന്നെ ലീഡ് ചെയ്യുന്നത്. പക്ഷെ ഏതെങ്കിലും ഒരു സമയത്ത് ഒരാളുടെ സംസാരത്തിൽ നിന്നോ ഒരു വാക്കിൽ നിന്നോ ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ പാഷൻ തിരിച്ചറിയാൻ സാധിച്ചു കഴിയുമ്പോൾ അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ വളർച്ച തുടങ്ങും. പാഷൻ നിങ്ങൾ ആളുകളുടെ അടുത്ത് മാർക്കറ്റിൽ ഇറങ്ങി ഓരോ വ്യക്തിയോടും ചോദിച്ചു എന്താണ് നിങ്ങളുടെ പാഷൻ നോക്കിയപ്പോൾ അവർ കണ്ണുമിഴിക്കും. എന്താണ് പാഷൻ, നിങ്ങൾ എന്താ ക്വസ്റ്റ്യൻ ചോദിക്കണം, എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ ആളുകൾ മറുപടി പറയും. കാരണം അവനവന്റെ ഡ്രീം എന്താണ്, എവിടെ എത്തണം എന്ന് ഒരു മനുഷ്യനും ഒരു ലക്ഷ്യമില്ല. ആകെ അറിയാവുന്ന പറഞ്ഞ് എങ്ങനെയെങ്കിലും ജോലി ചെയ്യണം, ജോലി ചെയ്തിട്ട് കുറെ കാശുണ്ടാക്കണം, ആ കാശുണ്ടാക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ജീവിക്കണം, ഈ കാശുണ്ടാക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ജീവിക്കാമെന്നൊക്കെ ആൾക്കാരുടെ മിഥ്യാധാരണകളാണ്. ഇതിപ്പോ ഏറ്റവും വലിയ പണക്കാരനായ റിലയൻസിന്റെ വ്യക്തി പോലും പൈസ തികയാത്ത വ്യക്തിയാണ്. അപ്പൊ എവിടെയാണ് ഇതിനൊരു അടിസ്ഥാനമില്ല. നമ്മൾ എവിടെ നമ്മുടെ പാഷൻ തിരിച്ചറിയുന്നു, നമ്മുടെ ഡ്രീം മനസ്സിലാക്കുന്നു, അവിടെ മുതലാണ് നമ്മുടെ ജീവിതം നിങ്ങൾ ആസ്വദിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ ആ പാഷൻ തിരിച്ചറിയുക, അല്ലെങ്കിൽ ഡ്രീം, നിങ്ങളുടെ ലൈഫിൽ വാട്ട് യു വാണ്ട് ടു ബിക്കം എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ നമ്മൾ വളരാൻ തുടങ്ങും. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ, ഇത് ആളുകൾക്ക് ഞാൻ എൻ്റെ ബേസിക് ആദ്യം ഞാൻ ചോദിക്കുന്ന, പീപ്പിൾ വാണ്ട് ടു ലീവ് എ ഹാപ്പി ആൻഡ് പീസ്ഫുൾ ലൈഫ് എന്നാണ് ചോദിക്കുന്നത്. ഹാപ്പി ആൻഡ് പീസ്ഫുൾ ബേസിക്കലി അടിസ്ഥാനപരമായിട്ട് അതാണ്. ഒരു പ്രായം എത്തി കഴിയുമ്പോൾ തന്നെ ഹാപ്പി ആയിട്ട് ഇനി മനസ്സമാധാനത്തിന് എങ്ങനെയും ജീവിച്ചാൽ മതി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുവരെ ഓട്ടമായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഒരു ഹാപ്പിനെസ് എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ആൾക്കാർ നമ്മൾ പലതും ഹാപ്പിനെസ്സിനെ കുറിച്ച് പറയും. ഹാപ്പി ആവാൻ വേണ്ടി നമ്മൾ ടൂർ പോയി കഴിഞ്ഞാൽ ഹാപ്പിയാണ്, ഒരു കാർ വാങ്ങിക്കുമ്പോൾ ഹാപ്പിയാണ്. അല്ല, നിങ്ങൾ ടൂർ പോകാൻ തീരുമാനിക്കുമ്പോൾ മാത്രമേ ഹാപ്പി ഉള്ളൂ. പോകുമ്പോൾ കുറച്ച് ഹാപ്പിനെസ്, തിരിച്ചു വരുമ്പോൾ എല്ലാം ടയർഡായിട്ട് തിരിച്ചു വരുന്നത്, ഹാപ്പിനെസ് കംപ്ലീറ്റ് പോകും. ഒരു കാറ് വാങ്ങിക്കാൻ തീരുമാനിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഹാപ്പിനെസ്. കാറ് വാങ്ങിച്ചു കഴിഞ്ഞ് വീട്ടിലെത്തി 6 മാസം കഴിയുമ്പോൾ അതിൻ്റെ എല്ലാം പോവും, ആ ഹാപ്പിനെസ് പോയി. പക്ഷെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മറ്റുള്ള എത്ര ആളുകളുടെ ജീവിതത്തിൽ സഹായിക്കാൻ പറ്റും. അത് സഹായിക്കുമ്പോൾ ആ വ്യക്തികൾ പറയാണ്, സാർ നിങ്ങൾ കാരണം എൻ്റെ ജീവിതത്തിൽ ഇന്ന കാര്യം എനിക്ക് നേടാൻ സാധിച്ചു. അത് ഹെൽത്തായിരിക്കാം, വെൽത്തായിരിക്കാം, സന്തോഷമായിരിക്കാം, സമാധാനമായിരിക്കാം, അതെനിക്ക് നേടാൻ സാധിച്ചു എന്ന് പറയുന്ന പല ആൾക്കാരും പറയുമ്പോൾ അതാണ് ഒരു വ്യക്തിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സന്തോഷം. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, ആ ഹെൽപ്പ് ചെയ്ത് ആളുകൾക്ക് അവരുടെ പാഷൻ തിരിച്ചറിഞ്ഞ ആ ഇതിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടുന്ന വ്യക്തികളാണ് ശരിക്കും ഹാപ്പി ആയിട്ടും പീസ്ഫുൾ ആയിട്ടും ജീവിക്കാൻ സാധിക്കുക. സാർ, ഈ ട്രെയിനിങ്ങിന്റെ കൂടെ തന്നെ ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിനെ കുറിച്ചൊന്നും കൂടി ഒന്ന് വിശദമാകും. എന്താണ് കമ്മ്യൂണിറ്റി, അതിലേക്ക് ആൾക്കാർക്ക് എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത്, അതിനെ കുറിച്ചൊന്നും കൂടി പറയാം. ഇത് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, ഞാൻ ഡേ ടൈം എനിക്ക് റിട്ടെയിൽ ഷോപ്പുള്ള വ്യക്തിയാണ്. ഞാൻ യോഗ പ്രാക്ടീസ് ചെയ്യുന്ന രാവിലെയാണ്. 6 മുതൽ 7 വരെ 1 അവറാണ് യോഗ പ്രാക്ടീസ് ചെയ്യുന്നത്. ആ സമയത്ത് പ്രാക്ടിക്കലായിട്ട് യോഗ ചെയ്യാനുള്ള അവസരം ഈ കമ്മ്യൂണിറ്റിക്ക് ഉണ്ടായിരിക്കും. അതുകൂടാതെ നൈറ്റിൽ 8 മണിക്ക് ശേഷം തിയറി ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. തിയറി ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഹെൽത്ത്, എന്താണ് വെൽനസ്, അതുപോലെ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. ഈ മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. ബ്രീത്തിങ് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് തിയറി പറഞ്ഞ് മനസ്സിലാക്കി ഇന്ന കാര്യത്തിന് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് രാവിലെ പ്രാക്ടീസ് ചെയ്യുക. രാവിലെ എഴുന്നേറ്റിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അങ്ങനെ കമ്മ്യൂണിറ്റിയിൽ പല രീതിയിലുണ്ടാവും. ഇൻ കേസ് ആ ടൈമിന് പറ്റാത്തവർക്ക് റെക്കോർഡിങ് കൊടുത്തുകൊണ്ട് അവർക്ക് പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെയുണ്ട്. ഇനി അത് കൂടുതൽ ഞാൻ വലിയ യോഗ ട്രെയിനറൊന്നും അല്ല. അപ്പം സാധാരണ രീതിയിൽ എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാവുന്ന യോഗ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഫിസിക്കൽ എക്സർസൈസിന്റെ ഇമ്പോർട്ടൻസ് വരുന്നേ ഉള്ളൂ കേട്ടോ. ഫിസിക്കൽ എക്സർസൈസ് കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കാലഘട്ടത്തിൻ്റെ ഞാൻ തിരിച്ച് ഫിസിക്കൽ എക്സർസൈസിലേക്ക് വരുന്നുണ്ട്. അത് യോഗ മാത്രം കൊണ്ട് കാര്യമില്ല ഈ കാലഘട്ടത്തിൽ എന്നുള്ള തിരിച്ചറിവ് കൂടി ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, സാറിന്റെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനാണെങ്കിൽ എങ്ങനെയാണ്? അതിന്റെ ലിങ്ക് എന്തെങ്കിലും നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് കൊടുക്കാൻ പറ്റൂല ആർക്കെങ്കിലും? അതിനകത്ത് മെമ്പർഷിപ്പ് ലൈഫ് ടൈം മെമ്പർഷിപ്പ് ഉണ്ട്. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നതാണെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കാം. അത് ലൈഫ് ലോങ് മെമ്പർഷിപ്പാണ്. അത് റീഫണ്ടബിൾ ആയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ശരിയല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ റീഫണ്ട് ലഭിക്കുന്ന രീതിയിലുള്ള കോഴ്സുകളുണ്ട്. ആ കോഴ്സുകൾ അറ്റൻഡ് ചെയ്യാം. അതിനുശേഷം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. എൻ്റെ വെബിനാറുകളുണ്ട്. വെബിനാർ വഴി ആളുകൾക്ക് പങ്കെടുക്കാവുന്നതാണ്. ഓക്കെ, ഷാജി കുര്യൻ സാറിന്റെ വളരെ വിലപ്പെട്ട സമയമാണ് നമ്മളോട് ഇത്ര നേരം സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇത് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കണം എത്രത്തോളം സാർ പറയുന്ന കാര്യങ്ങളോട് അല്ലെങ്കിൽ അത് ജീവിതത്തിൽ എത്രത്തോളം പകർത്തുന്നു എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം സാറിന്റെ കണ്ണുകളിൽ നമുക്ക് തന്നെ അത് മനസ്സിലാകും എത്രത്തോളം ആത്മാർത്ഥതയോട് കൂടിയാണ്
എത്രത്തോളം ആ പാഷനോടുകൂടിയാണ് സാർ അത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഏതായാലും ഞങ്ങൾക്ക് ഇത്ര നേരം സാറ് ഞങ്ങളോട് സംസാരിച്ചത് വളരെയധികം നന്ദിയുണ്ട്. സാറ് അവസാനമായി ഈ നമ്മുടെ പ്രത്യേകിച്ച് യുവാക്കൾക്ക് കൊടുക്കാൻ പറ്റാവുന്ന പാഷൻ ഐഡന്റിഫൈ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഹെൽത്തിനെ കുറിച്ചൊക്കെയുള്ള കൊടുക്കാവുന്ന ചെറിയൊരു മെസ്സേജ് കൊടുക്കാം. ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, യു ഷുഡ് ഫൈൻഡ് 1 hour ഫോർ യുവർ സെൽഫ്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ 1 മണിക്കൂർ നിങ്ങൾ എടുത്ത് നിങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ ടൈം ഉണ്ടാക്കിയെടുക്കണം. മെഡിറ്റേറ്റ് ചെയ്യണം. മെഡിറ്റേറ്റ് ചെയ്ത് നിങ്ങളുടെ പാഷൻ ഐഡൻറ്റിഫൈ ചെയ്യണം. ആ പാഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനു വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാവണം. അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ നോക്കിയിരുന്നുകൊണ്ട് അവർക്കേ പ്രയോജനം കിട്ടുള്ളൂ. നിങ്ങൾക്ക് പ്രയോജനം കിട്ടാവുന്ന രീതിയിൽ എങ്ങനെ നിങ്ങളുടെ ജീവിതം മാറ്റിയെടുക്കാം എന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടെത്തണം. വേറെ ആരും നിങ്ങളെ സഹായിക്കാൻ എത്തില്ല. പക്ഷെ സഹായങ്ങൾ ഇഷ്ടംപോലെ ഓൺലൈനിലുണ്ട്. അതെല്ലാം ഏതാണ് നല്ലത് എന്ന് മനസ്സിലാക്കുക, സ്വയം തിരിച്ചറിയുക. സ്വയം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഈ പ്രകൃതി ഇൻഫിനിറ്റി ഇൻ്റലിജൻസ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങളുടെ ഉള്ളിലാണ് ഈ കഴിവുകളെല്ലാം ഇരിക്കുന്നത്. പുറമേ നിന്ന് ഒന്നും വരില്ല. കഴിവ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ വരണം. അത് നിങ്ങൾ കണ്ടെത്തണം. അതാണ് എനിക്ക് ചെറുപ്പക്കാരോട് പറയാനുള്ളത്. ഓക്കെ, പ്രിയപ്പെട്ടവരെ, വളരെ യൂസ്ഫുൾ ആയ ഒരു സെഷനാണ് നമ്മൾ ഇന്ന് ഇപ്പൊ കഴിയാൻ പോകുന്നത്. പാഷൻ ടോക്ക് ഷാജി സാറുമായിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയ ഒരു പ്രോഗ്രാം ആയിരുന്നു. എന്തായാലും ഇതിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഇതിൽ നമുക്ക് എടുക്കാവുന്നതെല്ലാം നമ്മുടെ ലൈഫിലേക്ക് പകരും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു സമ്പാദ്യം നമ്മുടെ ഹെൽത്ത് ആണ് എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എനിക്ക് എന്റെ മനസ്സിലേക്ക് എടുക്കാൻ പറ്റി. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും ഇതിന്റെ ഏറ്റവും ഗുണപ്രദമായ രീതിയിൽ ഇതിനെ ഉൾക്കൊള്ളുകയും സാറിന്റെ കമ്മ്യൂണിറ്റിയിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിന്റെ ഡിസ്ക്രിപ്ഷൻ താഴെ നൽകുന്നതായിരിക്കും. അതിൽ ജോയിൻ ചെയ്യാം. എല്ലാവരും സ്വന്തം പാഷൻ ഐഡന്റിഫൈ ചെയ്ത് സ്വന്തം ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഏറ്റവും നല്ലൊരു ജീവിതം നയിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഇത് കേട്ട എല്ലാവർക്കും പാഷൻ ടോക്കിന്റെ പേരിൽ വളരെയധികം നന്ദി അറിയിക്കുന്നു. ഷാജി സാറിന് നന്ദി. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്.